ബോഡി ഷെയ്മിംഗ് ഏറ്റവുമധികം നേരിടേണ്ടി വന്ന നടിമാരിൽ ഒരാളാണ് ഹണി റോസ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും താരത്തിന് നിരവധി മോശം കമന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആള് കൂടിയാണ് ഹണി റോസ്. തുടരെയുള്ള ഉദ്ഘാടനങ്ങൾ കാരണമായിരുന്നു അവയെല്ലാം. പട്ടുപാവാട ധരിച്ച് വന്നിട്ടും ഹണിയെ വിടാതെ പിന്തുടരുകയാണ് ട്രോളന്മാർ. മുടിയൊക്കെ അഴിച്ച് നാടൻ പെൺകുട്ടിയുടെ ലുക്കിലാണ് നടി എത്തിയത്. പക്ഷേ ദാവണിക്ക് ഇടുന്ന ബ്ലൗസ് ആണ് പാവാടയുടെ കൂടെ ഹണി ധരിച്ചതെന്നും അത് മഹാബോറായിപ്പോയെന്നും പറഞ്ഞാണ് വിമർശനവുമായി ചിലരെത്തിയത്. അയ്യോ, ആരാണ് ഈ പാവാടയ്ക്ക് ഈ ടൈപ്പ് ബ്ലൗസ് സെറ്റ് ചെയ്ത് കൊടുത്തത്? ചേച്ചി സാരി ഉടുക്കാൻ മറന്നുപോയോ? സുന്ദരിയായിട്ട് വരാം, പക്ഷേ അതിലും ഇല്ലേ മാന്യത? ഇതൊക്കെ 100% മനഃപൂർവ്വം കാണിക്കുന്നതന്നെയാണ്. പാവാടയ്ക്ക് ഇടുന്ന ബ്ലൗസ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സിനിമ നടിക്ക് ആരും ഉണ്ടായില്ലേ? എവിടെ പോയാലും ഓരോ വൃത്തികെട്ട വസ്ത്രധാരണവും. ഇത്രയും എക്സ്പോസ്ഡ് ആയി ഫംഗ്ഷൻസിനൊക്കെ പോകാതെ നന്നായി ഡ്രസ് ധരിച്ചു പോയാൽ എത്ര സുന്ദരിയാകും? ആണുങ്ങളെക്കാളും പൊതുവെ സ്ത്രീകൾ സൗന്ദര്യം ഉള്ളവർ ആണ്. അപ്പോൾ നന്നായി ഒരുങ്ങി മാന്യമായി ഡ്രസ്സും ധരിച്ചാൽ നല്ല ചന്തമുണ്ടാകും കാണാൻ. അങ്ങനെ അല്ലേ എല്ലാവരെയും ആകർഷിക്കേണ്ടത്? ചേച്ചി സാരി ഉടുക്കാൻ മറന്നു കാണും. ആരേലും ഒന്ന് ഓർമ്മിക്കാമായിരുന്നു. വെച്ച് കെട്ടൊന്നുമില്ലാതെ ഒറിജിനലായി വന്നപ്പോൾ എന്ത് സുന്ദരിയാ കാണാൻ. ഇതിനു മുകളിലൂടെ ഒരു ദാവണി വരൂല്ലേ? യോ, അറിയാഞ്ഞിട്ടു ചോദിച്ചതാ കേട്ടോ. ഈ ബ്ലൗസിനൊപ്പം ദാവണി കൂടി വേണമായിരുന്നു. ദാവണിയുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ ആണ്. ഹണിയുടെ തിരഞ്ഞെടുപ്പ് മോശമായി പോയി എന്നിങ്ങനെ നടിയുടെ വസ്ത്രധാരണത്തെ കളിയാക്കിയും പരിഹസിച്ചും നിരവധി പേരാണ് എത്തുന്നത്. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കൂടെ കൂടുക.